ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ മഞ്ജുശ്രീ. എല്ലാവർക്കും സുഖമല്ലേ? ഞാനും സുഖമായിട്ടിരിക്കുന്നു. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് എനിക്ക് വീഡിയോ ഒന്നും പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഇനി മുതൽ വീക്കിലി മിനിമം 3 വീഡിയോ എങ്കിലും ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. കാണാൻ മറക്കരുത് കേട്ടോ. ഇന്ന് മീൻ മുളകിട്ട് വയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. വളരെ ഈസിയായ റെസിപ്പിയാണ്. എന്നാലും ടേസ്റ്റിൻ്റെ കാര്യം പറയാതിരിക്കാൻ വയ്യ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം അല്ലേ? ഏത് മീൻ വെച്ചിട്ട് നമുക്ക് ഈ രീതിയിൽ മുളകിട്ടെടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ള അയലയാണ്. 250 ഗ്രാം അയല, പിന്നെ വേണ്ടത് 2 തക്കാളി, 2 പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചിയും കൂടെ അരിഞ്ഞത്, കൊടംപുളി, കറിവേപ്പില. ആദ്യം ഒരു മൺചട്ടി ചൂടാക്കി എടുക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വെളുത്തുള്ളി, ഇഞ്ചിയും കൂടെ സ്ലൈസായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂട്ടത്തിൽ 2 പച്ചമുളക് നെടുകെ കീറിയത് കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിൻ്റെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരണം. ആ സമയത്താണ് നമ്മൾ പിന്നെ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഗ്യാസ് ഒന്ന് ലോ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, ഇത് രണ്ടും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ പൊടികളുടെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. മസാല ഇവിടെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് ഞാനിനി 1 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്നുകിൽ ഇളം ചൂടുവെള്ളം അല്ലെങ്കിൽ നല്ല ചൂടുവെള്ളം നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഇത് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. സൈഡൊക്കെ തിളച്ച് വരുന്നുണ്ട്. അതിലേക്ക് ഞാൻ കൊടംപുളി ചേർത്ത് കൊടുക്കുകയാണ്. ഒരു വലിയ തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അപ്പോൾ നമുക്കിതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. മീനൊക്കെ ഇട്ട് കഴിഞ്ഞു. ഇനി ഇതിലേക്കൊരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എപ്പോഴും മീനിന് തൊട്ട് മുകളിലായിട്ട് വെള്ളം എത്തുന്ന രീതിയിൽ വേണം നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോഴാണത് ശരിക്കും നന്നായിട്ട് വെന്ത് പറ്റി പാകത്തിന് കിട്ടുകയുള്ളൂ. ഇത് നന്നായിട്ട് തിളച്ച് വരണം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൂടി ഇതിൻ്റെ കൂട്ടത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി തിളച്ച് വെന്ത് വരട്ടെ. അതിന് വേണ്ടിയിട്ട് ഒരു 10-15 മിനിറ്റ് സമയം എടുക്കും. അപ്പോൾ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. മീൻകറി ഇപ്പോൾ നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് അടച്ച് വയ്ക്കാം. ഒരു 15 മിനിറ്റ് സമയം കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ 15 മിനിറ്റ് സമയം കഴിഞ്ഞപ്പോൾ മീനിപ്പോൾ നന്നായിട്ട് തയ്യാറായിട്ടുണ്ട്. മീനൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ചാറൊക്കെ ഒന്ന് തിക്കാകാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മാറ്റി വേറൊരു സൈഡിലേക്ക് വെക്കാം. എന്നിട്ട് നമുക്കൊന്ന് താളിച്ചിടാം. മൺചട്ടി ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ചാറ് ഒന്നോടെ ഒന്ന് തിക്കായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. താളിച്ചിടാനായിട്ട് ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കാം. അതേപോലെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളി കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. നമ്മുടെ കയ്യിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ഉണ്ടെങ്കിൽ അതുകൂടി ഇതിൻ്റെ കൂട്ടത്തിലൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഇത് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മീൻ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. വളരെ എളുപ്പമല്ലേ തയ്യാറാക്കി എടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഉണ്ടാക്കിയിട്ട് ഒന്ന് സെറ്റായതിന് ശേഷം മാത്രം നിങ്ങൾ കഴിക്കണം. അങ്ങനെയാണെങ്കിലാണ് അത് കൂടുതൽ ടേസ്റ്റി ആവുള്ളൂ. 1-2 മണിക്കൂർ കഴിഞ്ഞിട്ട് കഴിക്കുകയാണെങ്കിലാണ് ഈ മീനും ഈ മസാലയും എല്ലാം കൂടെ നന്നായിട്ടൊരു സെറ്റായിട്ട് നല്ല ടേസ്റ്റ് കിട്ടുകയുള്ളൂ. അപ്പോൾ വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കിത് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അതോടൊപ്പം അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. എന്നാലാണ് ഇനിയും ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അതേ സമയത്ത് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇനിയും കാണാം. ബൈ ബൈ.